ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരകളിൽ ഒന്നായ ഹിന്ദുക്കുഷ് വീണ്ടും പ്രകൃതിയുടെ ക്രോധത്തിന് സാക്ഷിയായിരിക്കുന്നു. വെള്ളിയാഴ്ച അനുഭവപ്പെട്ട ശക്തമായ ഭൂചലനം അഫ്ഗാനിസ്ഥാനെ മാത്രമല്ല, അയൽരാജ്യങ്ങളായ പാകിസ്ഥാനെയും ഇന്ത്യയും ഒരുപോലെ ഭീതിയിലാഴ്ത്തി. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം 8 പേരുടെ ജീവൻ ഒടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങൾ നിത്യസംഭവമായ അഫ്ഗാനിസ്ഥാനിൽ ഈ ദുരന്തം വീണ്ടും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാനിലെ ഉൾനാടൻ പർവ്വത മേഖലയായ ഹിന്ദുക്കുഷ് ആണെങ്കിലും അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് തലസ്ഥാനമായ കാബൂളിലാണ്. അവിടെ വീട് തകർന്നു വീണ് 8 പേർ മരിച്ചതായി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്ഥിരീകരിച്ചു. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഭൂരിഭാഗം വീടുകളും മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ചവയായതിനാൽ ചെറിയ ചലനങ്ങൾ പോലും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. കാബൂളിലെ തിരക്കേറിയ തെരുവുകളിൽ കെട്ടിടങ്ങൾ കുലുങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടിയിറങ്ങി. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് നൽകുന്ന വിവരം അനുസരിച്ച് ഭൂമിക്കിടയിൽ 177 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇത്രയും ആഴത്തിൽ ചലനം ഉണ്ടായതുകൊണ്ടാണ് പ്രകമ്പനം ദൂരസ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത്. ഹിന്ദുക്കുഷ് മേഖല ഭൂമിശാസ്ത്രപരമായി വളരെ സജീവമായ ഒന്നാണ്. ഇന്ത്യൻ ഭൗമപാളിയും യുറേഷ്യൻ ഭൗമപാളിയും തമ്മിൽ കൂട്ടിയിടിക്കുന്ന മേഖലയാണിത്. ഈ പാളികൾ തമ്മിലുള്ള ആകർഷണമാണ് ഹിമാലയൻ നിരകളുടെയും ഹിന്ദുക്കുഷ് നിരകളുടെയും രൂപീകരണത്തിന് കാരണമായതും. ഈ കൂട്ടിയിടി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇവിടെ സമ്മർദ്ദം രൂപപ്പെടുകയും അത് ഭൂചലനങ്ങളായി പുറത്തു വരികയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാന് പുറമെ പാകിസ്ഥാനിലും ഇന്ത്യയിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോറിലും കെട്ടിടങ്ങൾ സെക്കൻഡുകളോളം കുലുങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരായി തെരുവിലിറങ്ങി പ്രാർത്ഥനകളിൽ മുഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ചലനം അനുഭവപ്പെട്ടത്. ഓഫീസുകളിലും വീടുകളിലും ഇരുന്നവർ ഫാനുകളും വിളക്കുകളും ആടുന്നത് കണ്ട് പുറത്തേക്കോടി. ഡൽഹിയിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഉയരമുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ വലിയ പേടിയോടെയാണ് ആ നിമിഷങ്ങളെ അതിജീവിച്ചത്. ഭൂചലനങ്ങൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂചലന സാധ്യതയുള്ള 10 രാജ്യങ്ങളിൽ ഒന്നാണ് അഫ്ഗാനിസ്ഥാൻ. പ്രതിവർഷം ശരാശരി 560 പേർ ഇവിടെ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ മരിക്കാറുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലും ഇതേ മേഖലയിൽ ഉണ്ടായ 6.3 തീവ്രതയുള്ള ഭൂചലനത്തിൽ 27 പേർ കൊല്ലപ്പെട്ടിരുന്നു. നൂറുകണക്കിന് വീടുകൾ അന്ന് തകർന്നു വീണു. പതിറ്റാണ്ടുകളായി തുടരുന്ന ആഭ്യന്തര യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം തകർന്നടിഞ്ഞ അഫ്ഗാനിസ്ഥാനെ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ആധുനിക യന്ത്രസാമഗ്രികളുടെ കുറവ് മരണസംഖ്യ ഉയരാൻ കാരണമാകുന്നു. ദുരന്തബാധിത മേഖലകളിൽ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സഹായവുമായി രംഗത്തെത്തി. ഉൾനാടൻ ഗ്രാമങ്ങളിലെ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ദിവസങ്ങളെടുക്കും. പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആഫ്റ്റർ ഷോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ബലഹീനമായ കെട്ടിടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശവുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിക്കടിയിലെ മാറ്റങ്ങളും ഇത്തരം ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രലോകം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദുക്കുഷ് മേഖലയിലെ മാറ്റങ്ങൾ തെക്കൻ ഏഷ്യയും മുഴുവൻ സുരക്ഷയും ബാധിക്കുന്ന ഒന്നാണ്. ഹിമാലയൻ നിരകളിലെ സമാനമായ ഭൗമപാളികളുടെ ചലനം ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായ പോരാട്ടം കൂടിയാണ്. അന്താരാഷ്ട്ര സമൂഹം ഒത്തൊരുമിച്ച് ഈ രാജ്യത്തെ സഹായിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായി ദുരന്ത നിവാരണ മാർഗങ്ങളും ഭൂചലനത്തെ പ്രതിരോധിക്കുന്ന നിർമ്മാണ രീതികളും അവലംബിച്ചാൽ മാത്രമേ ഭാവിയിലെങ്കിലും ഇത്തരം മരണങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂ. ഹിന്ദുക്കുഷ് മേഖലയിലെ ഓരോ ചലനവും ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ്.